ഗൈസ്, അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ബ്ലെൻഡറിൽ ഇതേപോലത്തെ ഒരു റിംഗ് എങ്ങനെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതേപോലെ മെറ്റീരിയൽ അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ വളരെ സിമ്പിൾ സ്റ്റെപ്സ് ആണ്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എല്ലാ വീക്കിലും ബ്ലെൻഡർ ട്യൂട്ടോറിയൽസ് മലയാളത്തിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ മോഡൽ വേണമെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ മോഡൽ ഡൗൺലോഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാനാണ്. ഓക്കെ, നമുക്ക് ആദ്യം ഒരു സർക്കിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഷിഫ്റ്റ് എ പ്രസ് ചെയ്യുന്നു, മെഷിൽ സർക്കിൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സർക്കിൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഓപ്പൺ ആക്കി വെർട്ടെക്സ് കൗണ്ട് ഞാൻ ജസ്റ്റ് 18 കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ ഓൾറെഡി സ്മൂത്ത് ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ലോ പോളി ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഞാൻ ടിൽറ്റ് പ്രസ് ചെയ്യുന്നു, ഫ്രണ്ട് വ്യൂ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ ഏത് ഷോർട്ട് കട്ടൊക്കെ യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് കാണണമെങ്കിൽ ജസ്റ്റ് മേളിൽ നോക്കിയാൽ മതി, ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന. ഓക്കെ, ടാബ് പ്രസ് ചെയ്യുന്നു, എഡിറ്റ് മോഡിലേക്ക് പോകുന്നു, 6x90. ഓക്കെ, നമ്മൾ ഫ്രണ്ട് ആക്സിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് റിംഗ് കാണാം. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പിലെ ഇത്രയും വെർട്ടെക്സ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, എഡിറ്റ് മോഡിലേക്കും ഒബ്ജക്റ്റ് മോഡിലേക്കും പോകാനായിട്ട് ടാബ് ഇങ്ങനെ സ്വിച്ച് ചെയ്താൽ മതി. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. ഇനിയിപ്പോൾ നമുക്കിത് ഫ്ലാറ്റ് ആക്കണം. SZ0, അതായത് താഴേക്ക് പോകുന്ന ഈ Z ആക്സിൽ നമ്മൾ വാല്യൂ 0 ആക്കിയപ്പോൾ അത് ഫ്ലാറ്റായി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിത് ഫില്ല് ചെയ്യണം. അതിന് ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ ഓൾ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് എ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ ജസ്റ്റ് F പ്രസ് ചെയ്യുന്നു. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഇൻസേർട്ട് ചെയ്യണം. അതിന് ഞാൻ ജസ്റ്റ് I പ്രസ് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്യുന്നു, അകത്തേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തു. കണ്ടോ, ഇത്രയും ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് Z ആക്സിൽ മൂവ് ചെയ്തു താഴേക്ക്. കണ്ടോ, നമുക്ക് മേളിലാണ് കൂടുതൽ സൈസ് വേണ്ടത്. ഞാൻ ഇത് ഒരു വെർട്ടെക്സ് നമുക്ക് സെലക്ട് ചെയ്യുന്നു, Z താഴേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് വെച്ചു. കണ്ടോ, അതേപോലെ ഇത് ഞാൻ ജസ്റ്റ് മേളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തു. ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നടുക്കത്തെ ഈ ഒരു ഫേസ് നമുക്ക് ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു, ഫേസ് മോഡിൽ പോകുന്നു, സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് ഫേസസ്. കണ്ടോ, ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിന് ഡെപ്ത് ആഡ് ചെയ്യണം. അതിനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഓൾ സെലക്ട് ചെയ്യുന്നു, ഞെക്കുന്നു, ഓൾ സെലക്ട് ചെയ്യുന്നു, എക്സ്ട്രൂഡ്. നിങ്ങൾക്ക് എത്ര ഡെപ്താണോ നിങ്ങളുടെ റിങ്ങിന് വേണ്ടത് അത്ര എക്സ്ട്രൂഡ് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു ഡെപ്തിൽ എക്സ്ട്രൂഡ് ചെയ്ത് എടുത്തു. ഓക്കെ, ഇതിപ്പോൾ കണ്ടോ ഒരു സൈഡിലേക്ക് പോയി, കാരണം നമ്മൾ സൈഡിലേക്ക് എക്സ്ട്രൂഡ് ചെയ്തേ. ഇതിപ്പോൾ എനിക്ക് സെൻറ്ററിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഓൾ സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് S നിൽക്കുക, സെലക്ഷൻ ടു കർസർ. കണ്ടോ, അപ്പോൾ 3D കർസർ എവിടെയാണ് ഇരിക്കുന്നത് അങ്ങോട്ടേക്ക് മോഡൽ വരും. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് G പ്രസ് ചെയ്ത് ഗ്രൗണ്ട് പ്ലെയിനിലേക്ക് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്ത് വെക്കുക. ഓക്കെ, ഗ്രൗണ്ട് പ്ലെയിനിലേക്ക് മൂവ് ചെയ്ത് ഇങ്ങനെ വെച്ചു. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് കുറച്ച് എക്സ്ട്രൂഡ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു റോ ഫുള്ള് സെലക്ട് ചെയ്യാനായിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഫേസ് മോഡിൽ ഈ ഒരു എഡ്ജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റോ ഫുള്ളും സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ SY കണ്ടോ പുറത്തേക്ക് ഇങ്ങനെ കുറച്ച് എക്സ്ട്രൂഡ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ബോട്ടം ഏരിയ ചെറുതാക്കണം. അതിന് ഞാൻ ജസ്റ്റ് ഓൾട്ടും ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് എഡ്ജ് മോഡിൽ ഈ ഒരു എഡ്ജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എഡ്ജ് ഫുള്ളും സെലക്ട് ആവും. ഇനി ഞാൻ ജസ്റ്റ് ലെഫ്റ്റ് വ്യൂ എടുക്കുന്നു. ഇവിടെ ഈ പ്രപ്പോർഷണൽ എഡിറ്റിംഗ് ഉണ്ടോ, ഇത് ഓൺ ആക്കുന്നു. ഇത് ഓൺ ആക്കാനായിട്ട് ഒന്നെങ്കിൽ O പ്രസ് ചെയ്താൽ മതി കീബോർഡിൽ, അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എനേബിൾ ചെയ്തു. എന്നിട്ട് നമ്മൾ S പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു സർക്കിൾ വരും, കാരണം ആ സർക്കിളിൻ്റെ ഒരു ഷേപ്പിലായിരിക്കും ഇതിൻ്റെ പ്രപ്പോർഷൻ മാറുന്നത്. അപ്പോൾ മൗസിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്കിളിൻ്റെ പ്രപ്പോർഷൻ നമുക്ക് മാറ്റാം. ഓക്കെ, ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്ത് വെച്ചിട്ട് S പ്രസ് ചെയ്യുന്നു, ആ ഒരു സർക്കിൾ ഈ ഒരു സൈസിലാക്കി വെക്കുന്നു. എന്നിട്ട് SY നിൽക്കുന്നു. നമുക്ക് കാരണം Y ആക്സിസിൽ മാത്രം സ്കെയിൽ ചെയ്താൽ മതി, മൊത്തത്തിൽ സ്കെയിൽ ചെയ്താൽ ഇങ്ങനെ പോകും. നമുക്ക് Y ആക്സിസിൽ മാത്രം മതി. അപ്പം ലെഫ്റ്റ് എടുക്കുന്നു, SY സ്കെയിൽ ചെയ്യുന്നു. കണ്ടോ, ഈ ഒരു ഷേപ്പിലേക്ക് സ്കെയിൽ ചെയ്ത് വെച്ചു. ഇപ്പോൾ നമുക്ക് കണ്ടോ ആ റിങ്ങിൻ്റെ ഒരു ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ഇപ്പോൾ കണ്ടോ ഈ ടോപ്പിലെ ഈ വെർട്ടെക്സ് കുറച്ച് അകത്തേക്ക് മൂവ് ആയിപ്പോയി. അപ്പോൾ അത് നമുക്ക് ഫ്ലാറ്റ് ആക്കണം. അതിന് ഞാൻ ജസ്റ്റ് ഈ റോ ഫുള്ള് സെലക്ട് ചെയ്യുന്നു, SY0 കണ്ടോ അത് ഫ്ലാറ്റ് ആക്കി. അതേപോലെ തന്നെ സെയിം സെലക്ട് ചെയ്യുന്നു, SY0 കണ്ടോ ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് സ്മൂത്ത് ആഡ് ചെയ്യാം. അതിന് ഞാൻ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ സ്മൂത്ത് പോരാ, ഇനി നമുക്ക് ജിയോമെട്രി വേണമെങ്കിൽ ഇവിടെ മോഡിഫയറിൽ വരിക, ആഡ് മോഡിഫയർ, ജനറേറ്റ് സബ്ഡിവിഷൻ സർഫസ്. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ വന്നു. ഇപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്നാ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് സപ്പോർട്ടിംഗ് ലൂപ്സ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഷേപ്പ് മൊത്തത്തിൽ പോയത്. അപ്പോൾ ഞാൻ ഈ ലെവൽ വ്യൂ പോർട്ട് എന്നുള്ളത് ഒരു 2 കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഫേസ് മോഡിൽ ടോപ്പിലെ ഈ ഫ്ലാറ്റ് ചെയ്ത ഫേസ് മൊത്തം സെലക്ട് ചെയ്യുന്നു, ജസ്റ്റ് I പ്രസ് ചെയ്യുന്നു കീബോർഡിൽ. എന്നിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്നു. കേട്ടോ, ഇപ്പോൾ നമ്മൾ ടോപ്പിലെ ആ ഒരു ഏരിയ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെപ്ത് ആഡ് ചെയ്യേണ്ടത് ഈ ഒരു ഷാർപ്പ് ആക്കേണ്ട ഈ ഒരു എഡ്ജിലാണ്. ഈ എഡ്ജ് മോഡിൽ പോകുന്നു, ഓൾട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഈ ഒരു എഡ്ജിൽ ക്ലിക്ക് ചെയ്യുന്നു, ഈ എഡ്ജിലും ക്ലിക്ക് ചെയ്യുന്നു, ആ 2 എഡ്ജ് ലൂപ്പ് ഫുള്ള് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ
കൺട്രോൾ ബി പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ബെവൽ വരും. എന്നിട്ട് ഞാൻ മൗസിൽ സ്ക്രോൾ ചെയ്ത് ഒരു ലൂപ്പും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ സെഗ്മെൻറ്റ് 3 ആയി കണ്ടോ. ഇങ്ങനെ വെച്ചു, ഈ ഒരു ഡിസ്റ്റൻസിൽ വെച്ചു, ക്ലിക്ക് ചെയ്തു കണ്ടോ. ഇപ്പോൾ നമ്മളവിടെ എഡ്ജ് ലൂപ്പ് ആഡ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഈ അകത്തെ ഫേസ് കുറച്ച് മേളിലേക്ക് പൊക്കണം, കാരണം റിങ്ങിൻ്റെ അകം കുറച്ച് കുഴിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കൺട്രോൾ 6 ഇവിടെ ഒരു ലൂപ്പ് ആഡ് ചെയ്തു. കൺട്രോൾ ബി ഞെക്കുന്നു, ബെവൽ കൊടുക്കുന്നു, ഒരു ലൂപ്പ് ഡിസോൾവ് ചെയ്തു. മൗസിൽ സ്ക്രോൾ ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെ വെച്ചു കണ്ടോ. ഇനിയിപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഈ ടോപ്പിലെ ഫേസ് എല്ലാം സെലക്ട് ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ ഈ 2 ഫേസും കൂടെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ജി പ്രസ് ചെയ്തിട്ട് മേളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കുക കുറച്ച്. ഓക്കെ, കുറച്ച് മൂവ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഈ 2 എഡ്ജ് സെലക്ട് ചെയ്യുന്നു, താഴേക്ക് ഇങ്ങനെ കുറച്ച് മൂവ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇങ്ങനെ വെച്ചു. അതേപോലെ ഇത് ഞാൻ ജസ്റ്റ് താഴേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് വെച്ചു കണ്ടോ. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇപ്പോൾ കുറച്ച് അകത്തേക്ക് ഒരു കുഴിവ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സബ്ഡിവിഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ആ ഒരു കുഴിവ് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ മോഡൽ ക്രിയേഷൻ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. നമുക്ക് ഏത് വ്യൂ നോക്കിയാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് മോഡൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ബേസിക് മെറ്റീരിയൽ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇനി കഴിഞ്ഞിട്ട് സെഡ് പ്രസ് ചെയ്യുന്നു, മെറ്റീരിയൽ പ്രിവ്യൂ സെലക്ട് ചെയ്യുന്നു കണ്ടോ. ഇപ്പം മെറ്റീരിയലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത് വൈറ്റ് കളറിലിരിക്കുന്നത്. ഞാൻ മോഡലിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ പോയിട്ട് മെറ്റീരിയലിൽ പോകുന്നു, ന്യൂ മെറ്റീരിയൽ ആഡ് ചെയ്യുന്നു, അവിടെ സെലക്ട് ചെയ്യുന്നു, ഗോൾഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഗോൾഡ് എന്ന് പറയുന്നൊരു മെറ്റീരിയൽ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബേസ് കളർ ഉണ്ടോ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇത് നടുക്കൂന്ന് ഈ ഒരു പോയിൻ്റ് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഏത് കളറാണോ വേണ്ടത്, ഞാനിപ്പോൾ ഒരു ഗോൾഡാണ് കൊടുക്കുന്നത്, അപ്പോൾ ഗോൾഡ് കളറിലേക്ക് ഇങ്ങനെ കൊണ്ടുവച്ചു. ഓക്കെ, ഇപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഗോൾഡ് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യാം. അതിന് ഞാൻ മെറ്റാലിക്കിൽ പോകുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, 0.95 കൊടുക്കുന്നു കണ്ടോ. ഇപ്പോൾ ഒരു മെറ്റൽ ഫീൽ വന്നിട്ടുണ്ട്, പക്ഷേ ഇതിന് ഒരു തിളക്കമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ റഫ്നെസ്സിൽ പോകുന്നു, 0.2 കൊടുക്കുന്നു കണ്ടോ. നമ്മുടെ റിങ് ഇപ്പം നല്ല പ്രോപ്പറായിട്ട് തിളങ്ങുന്നുണ്ട് റഫ്നെസ് കൊടുത്തപ്പോൾ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഇതേപോലെ റെൻഡർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക റെൻഡർ ചെയ്യണമെങ്കിൽ. അതേപോലെ ഈ മോഡൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനാണ്. അപ്പം ബ്ലെൻഡർ ട്യൂട്ടോറിയൽസ് ഒക്കെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എല്ലാ വീക്കിലും ബ്ലെൻഡർ ട്യൂട്ടോറിയൽസ് മലയാളത്തിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.